ഇന്ത്യയുടെ ബിഗ് ബാങ് ബൂം എത്തിയിരിക്കുകയാണ്. ഇന്ത്യയെ അങ്ങ് തകർത്തു കളയാമെന്ന ലക്ഷ്യത്തോടെ നീക്കങ്ങൾ നടത്തുന്ന ഓരോ ശത്രുക്കൾക്കുമുള്ള താക്കീതാണ് ഇപ്പോൾ രാജ്യം തയ്യാറാക്കിയിരിക്കുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. വളച്ചുകെട്ടുന്നില്ല, നേരെ വാർത്തയിലേക്ക് വരാം. ബിഗ് ബാങ് ബൂം എന്ന് പറഞ്ഞത് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ചെന്നൈ ആസ്ഥാനമായുള്ള ബിഗ് ബാങ് ബൂം സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ന്യൂഡൽഹിയിലെ കർത്തവ്യ പാതയിൽ തങ്ങളുടെ നൂതന വജ്ര സെന്റിനൽ ആന്റി ഡ്രോൺ സിസ്റ്റം വിന്യസിച്ചിരിക്കുകയാണ്. ആളില്ല വ്യോമ ഭീഷണികൾക്കെതിരെയുള്ള അതിനൂതനമായ പ്രതിരോധ സംവിധാനം തന്നെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യകളിലേക്കുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെയാണ് ഈ വിന്യാസം അടിവരയിടുന്നത്. ഇനി ഇത് നിർമ്മിച്ച കമ്പനിയായ ബിഗ് ബാങ് ബൂമിനെ കുറിച്ച് പറയാം. തമിഴ്നാട്ടിലെ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രതിരോധ സ്റ്റാർട്ടപ്പായ ബിഗ് ബാങ് ബൂം സൊല്യൂഷൻസ് ആളില്ല വ്യോമ സംവിധാനങ്ങളിൽ വൈദഗ്ധ്യം നേടിയ ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനായി രൂപകൽപ്പന ചെയ്ത വജ്ര സെന്റിനൽ എന്ന ഉപകരണത്തിന്റെ സാങ്കേതിക വിദ്യയ്ക്കായി 2024 ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും സൈന്യത്തിൽ നിന്നും 200 കോടി രൂപയിലധികം വിലമതിക്കുന്ന കരാറാണ് കമ്പനി നേടിയെടുത്തത്. ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആണെന്നതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. ചെന്നൈയിലെ അത്യാധുനിക നിർമ്മാണ സംവിധാനത്തിൽ ഇപ്പോൾ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര ആഗോള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രതിമാസം 100-ലധികം സിസ്റ്റങ്ങളാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. DJI മാവിക്, ഫാൻറ്റം പോലെയുള്ള വാണിജ്യപരമായി ലഭ്യമായ ഓഫ് ദി ഷെൽഫ് മോഡലുകൾ ഉൾപ്പെടെ ശത്രുതാപരമായ ഡ്രോണുകൾ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും നിർവീര്യമാക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അടുത്ത തലമുറ സിസ്റ്റമാണ് നമ്മുടെ വജ്ര സെന്റിനൽ. റേഡിയോ ഫ്രീക്വൻസി സെൻസർ സാങ്കേതിക വിദ്യയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കൃത്രിമ ബുദ്ധി, കമ്പ്യൂട്ടർ വിഷൻ അൽഗോരിതങ്ങൾ, സിഗ്നൽ ജാമിംഗ് പോലെയുള്ള സ്വയംഭരണ പ്രതിരോധ നടപടികൾക്കായുള്ള ഒരു സ്മാർട്ട് ന്യൂറൽ നെറ്റ്വർക്ക് എന്നിവയാൽ പൂരകമാണ് ഈ ഒരു സിസ്റ്റം. ഓപ്പറേഷൻ സിന്ദൂറിലും ഈ സംവിധാനം അതിന്റെ ഫലപ്രാപ്തി വലിയ രീതിയിൽ തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യവും വ്യോമസേനയും വജ്ര സെന്റിനൽ ഉപയോഗിച്ചപ്പോൾ ഒന്നിലധികം വിദേശ നിർമ്മിതമായ ഡ്രോണുകളെ ഫലപ്രദമായി നേരിട്ടു എന്നത് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. പാകിസ്ഥാന്റെ കയ്യിൽ ഒട്ടനവധി ചൈനീസ് ഡ്രോണുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യം വജ്രയെ ഇറക്കി പാകിസ്ഥാന്റെ ഫ്യൂസ് ഊരുമെന്നതിൽ സംശയമില്ല. AESA റഡാറും അതുപോലെ തന്നെ കാമിക്കാസെ ഡ്രോൺ സംവിധാനവും വജ്രയിൽ സംയോജിപ്പിച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുമെന്നത് വലിയൊരു ഗുണവശമായി തന്നെ കാണണം.